Dear students, today we will discuss about C programming lab for microbiology students. So, in the number describe the program, write a program to arrange numbers in ascending order. ഒരു പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റിലെ അറേയുടെ വാല്യൂസ് കംപ്ലീറ്റ് റീഡ് ചെയ്ത ശേഷം അറേയിലെ വാല്യൂ അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുക. അതാണ് കണ്ടീഷൻ. ഓക്കെ, നോക്കാം. പ്രോഗ്രാം സോഴ്സ് കോഡ് നോക്കാം. പ്രോഗ്രാം കൂടെ നോക്കി. ഹാഷ് ഇൻക്ലൂഡ് stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഒരു ഹെഡർ ഫയൽ ആഡ് ചെയ്തു. ദെൻ വോയിഡ് മെയിൻ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ മെത്തേഡ് മുതലാണ്. ദെൻ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയതുകൊണ്ട് ടോപ്പിൽ നിന്ന് താഴോട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്തു. ഇൻറ്റിജർ വാല്യൂ ഇത് കൊടുത്തിട്ടുണ്ട് i, j, temp, n, നമ്പർ അറേ. ഒരു നമ്പർ അറേ നമ്മൾ അറേ സോർട്ട് ചെയ്യണ്ടേ, അപ്പോൾ അറേ റീഡ് ചെയ്യാനുള്ള ഒരു വാല്യൂസ്. അപ്പോൾ 30 എന്നുള്ള കണ്ടന്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 30 വാല്യൂസ് സ്റ്റോർ ചെയ്ത് കിട്ടും. 0 to 29 അറേ ഇൻഡെക്സ് വെച്ച് റീഡ് ചെയ്യുക. ഇൻഡെക്സ് 0 ആയതുകൊണ്ട് തന്നെ 0 മുതൽ 30 വരെ 29 വരെയുള്ള വാല്യൂസ്. അപ്പോൾ 30 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെൻ CLR സ്ക്രീൻ ക്ലിയർ ചെയ്തതിനു ശേഷം എൻ്റർ ദ വാല്യൂ ഓഫ് n എന്നുള്ള വാല്യൂ റീഡ് ചെയ്യുക. അതായത് അറേയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ n എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ n ഡാറ്റ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ 5 എന്ന് കൊടുത്താൽ 5 നമ്പേഴ്സ് അറേയിലുണ്ട്. അറേയിലെ മാക്സിമം സൈസ് എത്രയാണ്? 30 ആണ്. അപ്പോൾ 5 നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള പറഞ്ഞു കൊടുക്കണം. ദെൻ അതിനുശേഷം എൻ്റർ ദ നമ്പേഴ്സ് റീഡ് ചെയ്യുക. ആ 5 നമ്പേഴ്സ് റീഡ് ചെയ്ത് വെക്കുക. ഐയുടെ വാല്യൂ 0, ഫസ്റ്റ് വാല്യൂ 0 അല്ല, ഇൻഡെക്സ് ചെയ്യുക. അറേയുടെ ഇൻഡെക്സ് 0 എന്ന് പറയും. അപ്പോൾ 0th ലൊക്കേഷനിൽ ഫസ്റ്റ് വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഞാൻ അസൈൻ ചെയ്യുന്ന വാല്യൂ 4 അസൈൻ ചെയ്തു, ഫസ്റ്റത്തെ കേസ്. നെക്സ്റ്റ് വാല്യൂ അസൈൻ ചെയ്യാൻ പറഞ്ഞത് അത് ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ, ഒരു ഫസ്റ്റ് 0 വരും. നെക്സ്റ്റ് കേസിൽ ആ 0 i എന്നാണ് സ്റ്റോർ ചെയ്യും, കാരണം 0th പൊസിഷനിൽ സ്റ്റോർ ചെയ്ത് കിട്ടും. സെക്കൻഡ് ഒന്ന് i ++ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഇൻക്രിമെന്റിന് ശേഷം നെക്സ്റ്റ് വാല്യൂ ഞാൻ കൊടുത്ത വാല്യൂ 2 എന്നാണ് വാല്യൂ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തത്. നെക്സ്റ്റ് വാല്യൂ ഇൻസെർട്ട് ചെയ്യാൻ പറഞ്ഞത് 7, നെക്സ്റ്റ് 6, ലാസ്റ്റ് വാല്യൂ 9. ഓക്കെ, ഇപ്പോൾ 5 വാല്യൂസ് ഇൻസെർട്ട് ആയി. 5 വാല്യൂസ് ഇൻസെർട്ട് n <10 എന്ന് പറഞ്ഞു. 0 to 5 എന്ന് പറഞ്ഞ കേസ്, അതായത് 4 വരെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ 4 വരുമ്പോൾ 0 to 4 എന്ന് പറഞ്ഞാൽ 5 വാല്യൂസ് ഇൻസെർട്ട് ആയി. അതിനുശേഷം ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കും, ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കും. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യും. ഇപ്പോൾ അറേ ഇതാണ് നമ്മുടെ അറേ, എൻട്രി ചെയ്ത അറേ. ഇനി അതെന്ത് ചെയ്യണം, സോർട്ട് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരണം. ദെൻ ഫോർ ലൂപ്പ് നോക്കിയാൽ ഫോർ i = 0, i <n, i++. അല്ലേ, ഇതെന്ത് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ അറേ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറേ നമ്മൾ എൻട്രി ചെയ്തു. ഈ അറേയിലെ വാല്യൂസ് ഓരോ നമുക്ക് റീഡ് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു i = 0, i <n എന്ന അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് വെച്ച് റീഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന കണ്ടീഷൻ ലാസ്റ്റ് വരുന്ന n വരെ റീഡ് ചെയ്യണം. അപ്പോൾ 0th പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, 0 to 4 എന്ന് പറയുമ്പോൾ 5 വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർ j = this. ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ വാല്യൂ 0 ആണല്ലോ, ഈ വാല്യൂ 4 എന്ന് പറഞ്ഞ കണ്ടന്റും സെക്കൻഡ് വാല്യൂ കൂടെ കമ്പയർ ചെയ്യുന്നതാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് കേസ് നോക്കിയാൽ j = i + 1. യുടെ വാല്യൂ 0 ആണല്ലോ, 0 ഒന്ന് കൂട്ടുമ്പോൾ എന്തായി, 1 ആയി കിട്ടും. അപ്പോൾ ഇവിടുത്തെ 0th പൊസിഷൻ എന്ന് പറഞ്ഞ കണ്ടന്റും 1 പൊസിഷൻ എന്ന ഫസ്റ്റ് പൊസിഷൻ എന്നുള്ള കണ്ടന്റും നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ j എന്ന് പറഞ്ഞ ഈ ഒരു ലൂപ്പ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 0th പൊസിഷനിൽ വരുന്ന കണ്ടന്റും ഈ 1th പൊസിഷനിലുള്ള കണ്ടന്റും കൂടെ കമ്പയർ ചെയ്യും. അതാണ് ഇവിടെ i j. നമ്പർ i > j. നമ്പർ i എന്ന് ഉദ്ദേശിച്ച് ഇവിടെ 0th പൊസിഷനിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ എന്നോട് കൊടുത്ത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കണ്ടോ, 0th പൊസിഷനിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ. അങ്ങനെയാണോ? ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. temp = നമ്പർ i, temp = 0, നമ്പർ 1 = j, നമ്പർ j = temp. ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യാനുള്ള കൂടാണ്, സ്വാപ്പ് ചെയ്യാനുള്ള കൂടാണ് അല്ലേ. ഈ ഒരു കൂടെ നമുക്കറിയാം സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ ആക്ച്വലി 4 പ്രിന്റ് ചെയ്ത് കിട്ടും അല്ലേ. ഈ ഒരു ഭാഗത്ത് എന്ത് കിട്ടും, 2 പ്രിന്റ് ചെയ്ത് വരും. ഫസ്റ്റ് ടൈറ്ററേഷൻ കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഈ ഒരു ഇൻക്രിമെന്റ് കഴിഞ്ഞ ശേഷം അടുത്ത ഇൻക്രിമെന്റ് വരും. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായിരുന്നു, 1 ആയില്ലേ. 1 + 1 2 കിട്ടും, ഐയുടെ വാല്യൂ 2 കിട്ടും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൊസിഷൻ ഇപ്പോൾ ഉള്ളത് ഐയുടെ വാല്യൂ 1 ആണ്. ഈ 1ഉം നെക്സ്റ്റ് പൊസിഷൻ 2 ആയിരിക്കും കിട്ടും, ഇൻഡെക്സ് 2 കിട്ടുക. ഈ രണ്ട് പൊസിഷൻ 4ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യും, ഗ്രേറ്റർ ദാൻ വെച്ചിട്ട്. ആണോ, കണ്ടോ, i > j കമ്പയർ ചെയ്യും. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഏത് വാല്യൂ ആണ് വലുത് നോക്കും, കമ്പാരിസൺ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, ഗ്രേറ്റർ ദാൻ 7 അല്ല, അപ്പോൾ കമ്പയർ ചെയ്യേണ്ട, അതുപോലെ വരും. നെക്സ്റ്റ് j 1 ഇൻക്രിമെന്റ് ചെയ്യും, അപ്പോൾ 3 കിട്ടും. അപ്പോൾ 2ഉം 3ഉം കമ്പയർ ചെയ്യും.
2th പൊസിഷനിലെ വാല്യൂസ് ഇത് ഇൻഡെക്സ് വെച്ചിട്ട് പറയട്ടെ പൊസിഷൻ 2 പൊസിഷനിലെ വാല്യൂ 3 ഇൻഡെക്സിലെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ ഗ്രേറ്റർ വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ ഇത് ഗ്രേറ്റർ ആണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സോപ്പിംഗ് ആക്കും. അപ്പോൾ എന്ത് ചെയ്യും? 6 അവിടെ വരും, 7 ഇവിടെയും വരും. ക്ലിയർ? നെക്സ്റ്റ് കേസിലോ ജെയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്ത് വീണ്ടും 4 ആവും. ലാസ്റ്റ് കേസ് 4 ആകും. 4 ആയി കിട്ടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കും 7 ഗ്രേറ്റർ ദാൻ 9 ആണോ? അല്ല. അപ്പോൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നു. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് ഐറ്ററേഷനിൽ ഏറ്റവും സ്മോളസ്റ്റ് ഈ ഭാഗത്ത് കിട്ടി. കണ്ടോ? ഈ ഒരു ഭാഗത്ത് നമുക്ക് ലാർജസ്റ്റ് എലമെന്റ് ഫസ്റ്റ് കേസിൽ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോ ഫസ്റ്റ് കേസാണ്. ഐ ഈക്വൽ 0ന്റെ പൊസിഷനിലാണ് ഈ ലൂപ്പ് കംപ്ലീറ്റ് വർക്ക് ചെയ്തത്. ഐ ഈക്വൽ ടു 0 ആവുന്നു ഈ കേസ്. അപ്പൊ ലോവസ്റ്റ് എലമെന്റ് ഇവിടെ വന്നു നിന്നു. കണ്ടില്ലേ? 2. ഇനി അടുത്ത കേസ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് സോർട്ട് ആവുക നെക്സ്റ്റ് കേസിൽ. കാരണം ഐയുടെ വാല്യൂ 0 ആയിരുന്നു. ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, 1 ആക്കി സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വരും ഈ ഒരു പൊസിഷൻ. പിന്നെ അറേന്ന് ട്രീറ്റ് ചെയ്യുന്ന ഇത്രയും പോർഷൻസ് ആണ് പിന്നെ നോക്കുള്ളൂ. നമ്മൾ പറഞ്ഞ മനസ്സിലാവുന്ന വരുന്നു. ഐയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് ഈ പൊസിഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത്. 0 ആകുമ്പോൾ ഇതുവരെ കംപ്ലീറ്റ് ലാസ്റ്റ് വരെ റൺ ചെയ്ത് പോയി. അടുത്ത കേസിൽ ഐയുടെ വാല്യൂ 1 ആയി സെറ്റ് ചെയ്യും. 1 ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറയാം, നോക്കിക്കോളൂ. ഓക്കെ, ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആക്കി സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ ഉണ്ടാവുക. ഈ 0 ഞാൻ ഒഴിവാക്കുന്നത് ഐയുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റത്തെ വാല്യൂ ഈ 1 എന്ന പൊസിഷനാണ് ഉള്ളത്. ഇനി ചെക്ക് ചെയ്യുന്നതാണ് ഐ പ്ലസ് 1. അപ്പൊ 2 എന്നാ കിട്ടുക. ഈ 4ഉം 6ഉം വീണ്ടും ചെക്ക് ചെയ്യും. ഇതാണ് സെക്കൻഡ് പൊസിഷൻ വരുന്നത്. അത് ഈസ് 2. 1ഉം 2ഉം ചെക്ക് ചെയ്യുന്നതിനാൽ 4 ഗ്രേറ്റർ ദാൻ 6 ആണോ ചെക്ക് ചെയ്യും. ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇഫ് ലൂപ്പ് വർക്ക് ചെയ്യില്ല. അവിടെ വെറുതെ വിടും. ഓക്കെ, സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കേസ് 2ഉം 3 പൊസിഷൻ ചെക്ക് ചെയ്യും. ഇവിടെ നമ്പർ ഐ ഗ്രേറ്റർ ദാൻ ജെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കും. ഇവിടെ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് കേസ് നോക്കാം. 4th കേസ് ഇവിടെയും സ്വാപ്പ് ചെയ്യണം നോക്കും. 4th പൊസിഷനാണ്. ദാറ്റ് ഈസ് 3ഉം 4ഉം ചെക്ക് ചെയ്ത് നോക്കും. അവിടെ ഗ്രേറ്റർ ദാൻ ചെക്ക് ചെയ്യണോ നോക്കും. ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? 7 ഗ്രേറ്റർ ദാൻ 9 അല്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇനി ഇല്ലതിലെല്ലാം ഓൾറെഡി സോർട്ടഡ് ആയി. ഓക്കെ, ഇത് ഓരോ തവണയും ചെക്ക് ചെയ്ത് നോക്കും. അടുത്ത കേസിൽ വരുമ്പോൾ എവിടെ വർക്ക് ചെയ്യുക? ഈ ഐ ഈക്വൽ ടു 1 2 ആവും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാ ചെക്ക് ചെയ്യും ഇത്രയും പോർഷൻസ്. അപ്പൊ ഈ 2 സോർട്ടായി കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് കേസിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഈ 3 സോർട്ടായി കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് കേസിൽ ലാസ്റ്റ് 1 കൂടെ ചെക്ക് ചെയ്യും ഇവിടുന്ന് ഇങ്ങോട്ട്. അങ്ങനെയാണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതാവും. കുറച്ച് വലിയ വാല്യൂസും അതുപോലെ മിക്സഡ് നമ്പേഴ്സോ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതുപോലെ സോർട്ട് ചെയ്ത് കിട്ടും. പ്രോഗ്രാമിന്റെ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടും ചെയ്യും. ശരി, അതിൽ കാര്യമില്ല. പ്രോഗ്രാമിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴാണ് സ്വാപ്പ് ചെയ്യാം? സ്വാപ്പ് ചെയ്യേണ്ട കണ്ടീഷൻ എപ്പോഴാണ് വരിക? ഫസ്റ്റ് കേസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് കേസ്. ആ ഒരു കേസ് വരുമ്പോഴാണ് റൺ ചെയ്യുക. ഈ 2 ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ നോക്കുക. ഫസ്റ്റ് ലൂപ്പ് അറേ ഡാറ്റ റീഡ് ചെയ്യാനും സെക്കൻഡ് ലൂപ്പ് കമ്പാരിസൺ നടത്തിയിട്ട് ചെയ്യാനുള്ളതാണ് സെക്കൻഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത് ട്രൂ ആണ് കേസ് എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 0 മുതൽ 4 വരെ കിട്ടും. ലെസ് ദാൻ 5 അല്ലേ? അപ്പൊ 4 വരെ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ലൂപ്പിന് എക്സിറ്റ് ആവും. താഴെ ഇതിന്റെ ദ നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ആർ ഗിവൺ ബിലോ. ശേഷം അറേന്ന് ഡാറ്റ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇത്. അറേന്ന് ഡാറ്റ പ്രിന്റ് ചെയ്യാനുള്ള ഇതാ. അറേ റീഡ് ചെയ്യാൻ എന്തായിരുന്നു? ഇതല്ലേ അറേയുടെ വാല്യൂ റീഡ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലേ? 4 ഐ ഈക്വൽ 0 ഐ ലെസ് ദാൻ n ഐ പ്ലസ് പ്ലസ് ആയി. ഇവിടെ സ്കാൻ എഫ് കൊടുത്തു. അതിന് പകരം പ്രിന്റ് എഫ് കൊടുക്കുക. പ്രിന്റ് എഫിൽ ഡാറ്റ റീഡ് ചെയ്യും. ഡാറ്റ അങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രിന്റ് ചെയ്തും കിട്ടും, അവൈലബിൾ ആയി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 5 നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു. സപ്പോസ് 8 2 4 3 9 കണ്ടോ? സോർട്ട് ചെയ്തിട്ട് 2 3 4 8 9. നമുക്കിത് സ്ലാഷ് തന്നെ കൊടുക്കില്ല, അഞ്ഞൂല. നമുക്ക് സ്പേസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു 10 വാല്യൂസ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? 23 3 തവണ 23 കൊടുത്തിട്ടുണ്ട്. 23 20 34 56 59 67 89 89 90 കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. 10 വാല്യൂസ്. ഒന്ന് റൺ ചെയ്യാം. 7 വാല്യൂസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? 1 3 3 5 6 9 9. ക്ലിയർ? സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.